ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനൊരു വ്ളോഗായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചേർത്തിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗ്. പിന്നെ ഇതിൽ ഞാൻ ഒരു റെസിപ്പി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ടുള്ള ഒരു നല്ലൊരു റോസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെയും മക്കളുടെയും പെരുന്നാൾ ഡ്രസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ. പക്ഷേ ഒരുപാടൊന്നും കാണിക്കുന്നില്ല. ബാക്കി നമുക്ക് ഇതിൻ്റെ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റ് കുറച്ച് മെഹന്തി ഡിസൈൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈദൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇഫ്താറായിരുന്നു ഞങ്ങളുടേത്. ഇന്നലെ സ്നാക്സോ ഡ്രിങ്ക്സോ ഒന്നും തയ്യാറാക്കിയിട്ടില്ല, ജസ്റ്റ് ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാ ഫ്രൂട്ട്സ് കൊണ്ട് നോമ്പ് തുറന്ന ശേഷം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് കാണിക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാനൊന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് കാണിച്ച വീഡിയോ ഇല്ലേ, ഷോപ്പിങ്ങിൻ്റെ വീഡിയോ, അവിടെ നിന്ന് എടുത്തത്. ബേരറ്റ് സ്ട്രീറ്റ് അജ്മാൻ ഫാക്ടറി ഔട്ട്ലെറ്റിലെ അവിടെ നിന്ന് എടുത്തത്. 75 dirhams ആയിരുന്നു. ബ്ലൂവിൽ തന്നെയാണ് കിട്ടിയത്. എങ്ങനെ നോക്കിയാലും ബ്ലൂ ആണ് എനിക്ക് കിട്ടാറ്. ഇത് റീനിൻ്റെ ഡ്രസ്സാണ്. റീനിനൊരു പിങ്ക് ഇതുപോലെ ഒരു ഓവർകോട്ടും അതിനകത്ത് ഞാനൊരു ഇന്നറായിട്ട് അത് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഒരു ബ്ലാക്ക് ഇന്നറും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാം. അപ്പോൾ അങ്ങനെ 3 ഡ്രസ്സാണ് അവൾക്ക് എടുത്തിട്ടുള്ളത്. നെസ്റ്റോന്നും എടുത്തിട്ടുണ്ട്, പിന്നെ ലുലുന്നും എടുത്തിട്ടുണ്ട്. ഇവൾക്ക് ഡ്രസ്സ് ഇങ്ങനെ നല്ല കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കും, കാരണം എപ്പോഴും ഇവളുടെ ആ ഒരു സെലക്ഷൻ കിട്ടണമെന്നില്ല. പിന്നെ ഇത് ചെറിയ ആളുടെ റോസുൻ്റെ അതെല്ലാം സെപ്പറേറ്റ് എടുത്താണ് കേട്ടോ. സ്കേർട്ടും ടോപ്പും അതിൻ്റെ ഒരു ഓവർകോട്ടും എല്ലാം സെപ്പറേറ്റ് എടുത്താണ്. ഇത് നെസ്റ്റോന്ന് എടുത്തത്, അജ്മാൻ നെസ്റ്റോ. ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് എടുത്തത്. അന്ന് എടുക്കാൻ കഴിഞ്ഞില്ല, പിന്നെ പോയി എടുത്തതാണ്. സെയിം അതിൻ്റെ ഒരു ബ്ലൂവും പിന്നെ യെല്ലോയും കൂടി രണ്ടും സെയിം തന്നെയാണ്. 2 കളേഴ്സിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വേറെ വാങ്ങിക്കാറില്ല. ബാംഗിൾസോ മാലയോ ഒന്നും വാങ്ങിക്കാറില്ല. ഞാൻ മെയിനായിട്ട് ഡ്രസ്സ് മാത്രമേ നോക്കാറുള്ളൂ. പിന്നെ റോസുവിന് ചെറുതായിട്ടൊന്ന് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇന്നലെ നടത്തുന്നതാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനുള്ള വീഡിയോ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തു. ഇവിടെ റോസുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം കുറച്ച് നെയ്ബേഴ്സും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈലാഞ്ചി ഇടാൻ വരാമെന്നൊക്കെ. പക്ഷേ അവൾക്ക് നേരത്തെ ഇടണം എന്ന് പറഞ്ഞിട്ട് ഒരു കയ്യിൽ നേരത്തെ ഇട്ട് കൊടുത്തു. ഇനി ഇതിന് ശേഷം ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ പിന്നെ ഞാൻ നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് വൈകിട്ട് കുറച്ചൊന്ന് ഫ്രീ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ റോസുവിൻ്റെ ഫ്രണ്ടിന് മൈലാഞ്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്തുനിന്നാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ ഇരുന്നിട്ട് മൈലാഞ്ചിടാന്ന് വിചാരിച്ചു. എൻ്റെ ഇവിടെയുള്ള നെയ്ബേഴ്സും ഉണ്ട്. ഇതാണ് റോസുവിൻ്റെ ഫ്രണ്ട് അൻഹ. സെയിം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ടുള്ള നല്ലൊരു റോസ്റ്റാണ്. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇടാൻ എന്താണെന്ന് വെച്ചാൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി എല്ലാവർക്കും നാട്ടിലൊന്നും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ അത് തയ്യാറാക്കി നമ്മൾ ഷെയർ ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ 1 കിലോ ഒട്ടകത്തിൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഒട്ടകത്തിൻ്റെ ഇറച്ചിക്ക്, കോസ്റ്റ്ലി ആണ്. പക്ഷേ എന്നാലും ബീഫിനേക്കാളും നല്ലതാണ്. നമ്മൾ ബീഫൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചി കൊണ്ട് കഴിക്കുന്നതായിരിക്കും, റോസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിക്കുന്നതുകൊണ്ട്. അതൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുക കേട്ടോ, ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. ഞാൻ ഒട്ടകത്തിൻ്റെ ഇറച്ചി വേവിച്ചെടുക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവോള വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് സവോള ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. കാരണം ഒട്ടകത്തിൻ്റെ ഇറച്ചി നമ്മൾ അത്യാവശ്യം വേവിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഇളയ ഒട്ടകത്തിൻ്റെ ഇറച്ചി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഇത് 2 വിസിൽ അടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നല്ല മൂത്ത ഇറച്ചിയാണെങ്കിൽ, അതായത് ടെൻഡർ ഇറച്ചി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ വേവിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഉലുവ ഇതെല്ലാമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇൻഗ്രീഡിയൻസിൻ്റെ. അപ്പോൾ ഇതെല്ലാം ഞാൻ ചേർത്തു. ഇനി കുറച്ചുകൂടെ ഉപ്പൊക്കെ നല്ല പാകമുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്നിട്ടിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള കറിയും ഒട്ടകത്തിൻ്റെ ഇറച്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ കറി അല്ലെങ്കിൽ ഈ ഒരു ഗ്രേവി നല്ലോണം തിക്കായി വന്നാൽ നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നാലേ ആ ഒരു കറക്റ്റ് നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടുള്ളൂ. ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി. കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും, കളറ് കാണാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരു വരട്ടിയത് കഴിക്കാൻ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒട്ടകത്തിൻ്റെ ഇറച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കളറ് നിങ്ങൾ നോക്കണ്ട, അത് കിച്ചണത്തെ ലൈറ്റും പുറത്തത്തെ ലൈറ്റും കൂടിയുള്ള ഒരു ഡിഫറൻസ് ആണ് കേട്ടോ. ഇത് പുറത്തുനിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്, നേരത്തെ കാണിച്ചത് കിച്ചണിലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 3 അതിഥികൾ കൂടിയുണ്ട്. ഞങ്ങളുടെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഹോം ടൂർ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അവർ 5 മുട്ടയിട്ടുണ്ടായിരുന്നു, അതിൽ 3 എണ്ണം വിരിഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാനുള്ള ഒരു എന്താ പറയുക, അതില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുകയാണ്. ബേബിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ആദ്യം ഒരെണ്ണം വിരിഞ്ഞു, പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തത് വിരിഞ്ഞു. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വിരിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പം ഭയങ്കര സൗണ്ടാണ് ഇവിടെ. 2 എണ്ണം ഉണ്ടായപ്പോഴേ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഭയങ്കര സൗണ്ട് എന്ന്. ഇപ്പം ഭയങ്കര വോയിസാണ്. ഇപ്പോൾ അവർ പറക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് വിട്ട് കൊടുക്കാറുണ്ട് ഈ റൂമിൻ്റെ അകത്തൊക്കെ. അപ്പം അത്യാവശ്യം ഇപ്പോൾ നന്നായിട്ട് പറന്ന് കളിക്കാറുണ്ട്, എല്ലാതും പറക്കാറുണ്ട്. ഇപ്പോൾ 5 എണ്ണം ഉണ്ട് ലവ് ബേർഡ്സ്.
ഇഫ്താറിന് ശേഷം ഞങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഷൂ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ ഈദല്ലേ, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ചെറുതായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഷോളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ അതൊന്നും ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതും ശരിക്കും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്തിറങ്ങിയ ശേഷമാണ് ഞാൻ ഓർത്തത് എടുക്കാമായിരുന്നു എന്ന്. അപ്പോൾ ഇത് ഉമ്മൽക്വയിലുള്ള കുറച്ച് ലോക്കൽ ഷോപ്പുകളാണ്, അവിടുന്ന് എടുത്തതാണ്. ഇത് ഉമ്മൽക്വയിൻ പഴയ ലുലുയുടെ ഓപ്പോസിറ്റുള്ള ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഇങ്ങനെ ഷോളൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ടാവും എല്ലാ ഷോപ്പിലും. ഇപ്പം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ലാസ്റ്റൊക്കെ ആയില്ലേ, എല്ലാവരും എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം കളക്ഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പൊതുവേ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. നല്ല നീളമുള്ള ഷോളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അവിടെ അധികമൊന്നും ഇല്ല. അപ്പോൾ അവരെന്നെ പറഞ്ഞു ഒരുപാട് കഴിഞ്ഞു, പെരുന്നാളൊക്കെ ആയി തുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഷോപ്പ്. ഇതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. അപ്പം ഞാൻ കൂടുതലും ഷോളും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് ഇവിടെ നിന്നാണ്. ഇത് ഷോളിൻ്റെ ഒക്കെ അകത്തിടുന്നൊരു ടൈപ്പ് ബണ്ണാണ്. മുടിയൊന്നും അധികം ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു ബണ്ണ് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. മുടി നമ്മൾ പൊക്കി വെച്ചിട്ട് കെട്ടണ്ട, താഴ്ത്തി വെച്ചിട്ട് ഈ ഒരു ബണ്ണിട്ട് കൊടുത്താൽ മതിയാവും. മുടി അധികം ഇല്ലാത്തവർക്ക് എല്ലാം കൂടി കെട്ടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഷോള് നന്നായിട്ട് നമുക്ക് ഇടാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസാണിത്. ഇതിൻ്റെ നല്ല വലിയ സൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പൊക്കി വെച്ച് കെട്ടുന്നവർക്കുള്ള സൈസാട്ടോ അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ബണ്ണുകളാണതൊക്കെ. പിന്നെ ഞാൻ മുമ്പ് കാണിച്ചല്ലോ ഹാൻഡ് കവറുകൾ, അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. കുറേയൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞു. ക്രീമും വൈറ്റും പിങ്കും ഒക്കെ ആണുള്ളത്. ബ്രൗണും ഉണ്ട്, ഡാർക്ക് ബ്രൗണും ഉണ്ട്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ഒരുപാട് സാധനങ്ങൾ, നമുക്ക് പുറത്തുനിന്ന് കിട്ടാത്ത കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അത് പുറത്ത് വലിയ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചോദിച്ചിട്ട് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഷോളിൻ്റെ കളക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞവർ, എന്നാലും എൻ്റെ അടുത്തുള്ള കുറച്ച് ഷോളിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലുള്ള കുറച്ച് ഷോളുകളുണ്ടായിരുന്നു. പല ഒരു മോഡൽ തന്നെ എല്ലാ കളേഴ്സും ഉണ്ടാവും. അതാണ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു പ്രത്യേകത, നമ്മൾ വിചാരിച്ച കളേഴ്സിലൊക്കെ കിട്ടും. ഇവിടെ കൂടുതലും വരാറുള്ളത് അറബ് ലേഡീസ് തന്നെയാണ്. ഇത് മലയാളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മൈലാഞ്ചി എവിടെ നിന്നാണ് വാങ്ങിക്കാമെന്ന്. ഞാൻ ഇവിടെ ഉള്ളൊരു സലൂണിനാണ് വാങ്ങിക്കാറ്. നല്ല മൈലാഞ്ചിയാണ്, പെട്ടെന്ന് നല്ല റെഡ് കളറൊക്കെ കിട്ടും. പക്ഷെ അവിടെയും വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, ഫുൾ അറബ് ലേഡീസാണ് അവിടെ പുറത്ത് ഒക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് ആ സലൂൺ, ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. പിന്നെ ഈദിൻ്റെ ഷോപ്പിങ്ങും ഇതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവർക്കും വിശന്നു. പിന്നെ വീട്ടിലാണെങ്കിൽ ഇഫ്താറിന് മാത്രമല്ല ഉണ്ടാക്കിയതെന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്താഴം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ഉമ്മൽക്വയിലുള്ള ഹോട്ട് ബർഗറിലാണ് പോയത്.
അപ്പോൾ ഇനി നമുക്ക് എൻ്റെ മൈലാഞ്ചി ഡിസൈൻ ബുക്കൊന്ന് കാണാം. ഞാൻ ഒരുപാട് മുമ്പ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ള മൈലാഞ്ചി ഡിസൈൻ ബുക്കാട്ടോ. ഇതൊരു 10-15 വർഷമായിട്ടുള്ള ബുക്കായിരിക്കും. ബുക്ക് ഞാനിങ്ങനെ മാറ്റി കൊടുക്കാറുണ്ട്. ഇതിപ്പം 10-11 വർഷമായിട്ട് ഞാനിപ്പോൾ മാറ്റിയിട്ടില്ല. ഇത് 11 വർഷമായിട്ടുള്ള ബുക്കാണ്. എൻ്റെ നല്ലൊരു പാഷനായിരുന്നു മൈലാഞ്ചി ഇടുന്നത്. ഇപ്പം കുക്കിങ്ങിലോട്ട് പോയ ശേഷം മൈലാഞ്ചിയൊക്കെ എന്താ പറയുക, ടച്ച് വിട്ടുപോയി. ഇതായിരുന്നു എൻ്റെ ഒരു ഹോബി, ഇങ്ങനെ ഡിസൈൻസൊക്കെ വരച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച സലൂണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മൈലാഞ്ചി. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കോണാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇതാണ് കോണ്. നല്ല റെഡ് കളറാവും കേട്ടോ, നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. നല്ല കോണാണ്. പിന്നെ ഞാൻ ഡിസൈൻസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഒരുപാട് നന്നായിട്ട് ഇടാനും കഴിഞ്ഞിട്ടില്ല. തിരക്കിട്ട് ഇടുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നന്നായിട്ട് ഇടാൻ പറ്റുന്നില്ല. ഇനി നല്ലൊരു ഡിസൈൻ ഞാൻ വേഗം ഷെയർ ചെയ്യാൻ നോക്കാം, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട്. ഇതൊക്കെ കഴിഞ്ഞു, എന്നാലും ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങളെല്ലാവരുടെയും ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങളിതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ വേറെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.